എയർ ഫ്രയറിലൊരു അടിപൊളി ടർക്കിഷ് ചിക്കൻ ആയാലോ? നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഓയിലിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതിനായിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് മസാലകളും ഉപ്പും കട്ടത്തൈരും അല്പം സോയ സോസും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഒരു 25 മിനിറ്റ് ഫ്രിഡ്ജിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവേ. അതിനുശേഷം അല്പം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് നന്നായിട്ട് പാത്രത്തിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അല്പം ഓയിലും കൂടെ വേണമെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി. അതിനുശേഷം ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ്സ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓരോ എയർ ഫ്രയറിനും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ടൈം വ്യത്യാസം ഉണ്ടാവുക. അതനുസരിച്ച് ചിക്കൻ വേവുന്നവരെ നമുക്കത് കുക്കാക്കിയെടുക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ചട്ടിയിലേക്ക് അല്പം ബട്ടർ മെൽറ്റാക്കി 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിലേക്ക് ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ച് സിമ്മിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നല്ല കുറുകിയ പാകത്തിനാക്കി എടുക്കാമേ. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, അല്പം ഒർഗാനോ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഇത് ഓഫ് ചെയ്ത് വെക്കാവേ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി റെഡി ആയിട്ടുണ്ടാവും. എയർ ഫ്രയറിൽ നിന്ന് നമുക്കത് മാറ്റിയിട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്. നന്നായിട്ട് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ എന്ത് ചീസാണോ ഉള്ളത്, സാധാ ചീസാണെങ്കിൽ അതിട്ടാലും കുഴപ്പമില്ല. മസാല ചീസാണോ കയ്യിലുള്ളതെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റ്. അതിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് എയർ ഫ്രയറിൽ ഒന്ന് കുക്കാവാൻ വയ്ക്കാവേ. ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിനാലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.